പെട്രോളിന്റെ വില 110 കഴിഞ്ഞു. റെസ്റ്റോറന്റിൽ പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വില കൂടി. സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ല് കാണുമ്പോൾ ടെൻഷനാണ്. സാധനങ്ങളുടെ വില തീ പോലെ കത്തിക്കേറി സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതിന്റെ കൂടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസയുടെ മൂല്യവും കുറയുകയാണ്. ഒരു വർഷം മുമ്പ് എന്തൊക്കെ വാങ്ങാമായിരുന്നോ അത് ഇന്ന് വാങ്ങാൻ പറ്റുന്നില്ല. വിലക്കയറ്റം കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. എന്താണ് സംഭവിക്കുന്നത് എന്നും ഇതിന്റെ ലാർജർ ഇമ്പാക്റ്റും സൊല്യൂഷനും നിങ്ങൾ മനസ്സിലാക്കണം. സാധനങ്ങളുടെ വില കൂടുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോ നടക്കുന്ന ഈ വിലക്കയറ്റം ഇത്ര ഭീകരമാക്കുന്ന എല്ലാവരും മിസ് ചെയ്യുന്ന പ്രധാന കാരണം ഇതാണ്. രൂപയുടെ മൂല്യം ഇടിയുന്നു. രൂപയുടെ മൂല്യം $1 റെക്കോർഡ് ലോ ആയ 96 അടിച്ചു. അത് 100ലേക്ക് പോലും ഉടനെ എത്തുമെന്ന് പലരും പറയുന്നു. പ്രത്യക്ഷ നമ്മളിൽ നിന്ന് വളരെ ദൂരെയുള്ള രാജ്യത്തിന്റെ എന്തോ വലിയ സംഭവമാണ് ഇത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തെറ്റി. $1 കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല എങ്കിലും ഈ റുപ്പി ഡോളർ ഗെയിമാണ് ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം. സിമ്പിളായി പറഞ്ഞു തരാൻ നമുക്ക് രമേശ് എന്ന ഒരു മിഡിൽ ക്ലാസ്സുകാരന്റെ എക്സാമ്പിൾ എടുക്കാം. കൊച്ചിയിലാണ്, ചെറിയൊരു ജോലിയുണ്ട്, ഓഫീസിൽ പോകുന്നത് ഒരു സ്കൂട്ടറിലാണ്. ഈ അടുത്ത് ഹോം ലോൺ എടുത്ത് വെച്ച ഒരു വീടുമുണ്ട്. ഡോളറിന് അഗേൻസ്റ്റ് റുപ്പിയുടെ മൂല്യം ഇടിയുന്നത് രമേശിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം ഡയറക്റ്റ് ഹിറ്റ്. രമേശ് സ്കൂട്ടർ ഓടിക്കുന്നുണ്ടല്ലോ, അപ്പോ പെട്രോൾ അടിക്കാം. ഈ പെട്രോൾ എവിടുന്നാ വരുന്നത്? ക്രൂഡ് ഓയിലിൽ നിന്ന്. അവിടെയാണ് വിഷയം. ഇന്ത്യയുടെ 90% ക്രൂഡ് ഓയിലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഇന്ത്യയിലെ ക്രൂഡ് ഓയിലിന്റെ വില കൂടും, അങ്ങനെ പെട്രോളിന്റെ വിലയും കൂടും. പേടിക്കേണ്ട. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില ലോക മാർക്കറ്റിൽ $80 ആണെന്ന് വിചാരിക്കുക. രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് 80 ആയിരുന്നപ്പോൾ ആ ഒരു ബാരൽ നമുക്ക് കിട്ടാൻ 80 × 80 $6400 രൂപ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ രൂപയുടെ മൂല്യം ഇടിഞ്ഞ് 96 അപ്പോ അതേ $80 ഉള്ള ക്രൂഡ് ഓയിൽ വാങ്ങാൻ നമ്മൾ കൊടുക്കേണ്ടത് 96 × 80 7680 രൂപയാണ്. ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊന്ന് നോക്കിക്കേ. ക്രൂഡിന്റെ ഡോളർ വില മാറിയിട്ടില്ല, പക്ഷേ രൂപ ഇടിഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് അതേ ക്രൂഡ് ഓയിലിന് 1280 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. അതായത് രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ലോക മാർക്കറ്റിൽ ഓയിലിന്റെ വില കൂടിയില്ലെങ്കിൽ പോലും നമുക്ക് ഓയിലിന് കൂടുതൽ രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നാട്ടിലെ പെട്രോളിന്റെ വിലയും എന്തായാലും കൂടും. അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസും ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന്റെയും വില കൂടും. അങ്ങനെ രമേശ് ഉപയോഗിക്കുന്ന പുറത്തു നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളുടെയും വില രൂപ ഇടിയുമ്പോൾ കൂടും. അപ്പൊ ഇനി വരുന്നത് ഇൻഡയറക്റ്റ് ഹിറ്റ്. അത് ഇതിലും വലുതാണ്. രമേശ് വാങ്ങുന്ന വെജിറ്റബിൾസും വീട്ടിലേക്കുള്ള ഗ്രോസറിയും എല്ലാം തന്നെ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന ട്രക്ക് ഓടുന്നത് ഡീസലിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡീസലിന്റെ വില കൂടുമ്പോൾ ഈ സാധനങ്ങളുടെ വില തീർച്ചയായും കൂടും. പിന്നെ പ്ലാസ്റ്റിക്സ്, പാക്കേജിംഗ്, പെയിന്റ്സ്, മെഡിസിൻസ്, ഇലക്ട്രോണിക്സ്, കോസ്മെറ്റിക്സ്, ഇങ്ങനെ ഏറെക്കുറെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളിലും ക്രൂഡ് ഓയിൽ ഒരു റോ മെറ്റീരിയൽ ആണ് എന്നതുകൊണ്ട് എല്ലാത്തിന്റെയും വില കൂടും. അങ്ങനെ ഡയറക്റ്റ് ആയും ഇൻഡയറക്റ്റ് ആയും രമേശിന്റെ ജീവിതത്തിലെ സാധനങ്ങളുടെ വില കൂടും. അതായത് ഇൻഫ്ലേഷൻ, വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പം സംഭവിക്കും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വേറൊരു രീതിയിൽ നോക്കിയാൽ രമേശിന്റെ കയ്യിലെ പൈസയുടെ പവർ കുറയുന്നതായും പറയാം. കഷ്ടപ്പെട്ട് സേവ് ചെയ്ത 1 ലക്ഷം രൂപ ഒരു വർഷം മുമ്പ് രമേശ് FDയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 6% റിട്ടേൺസ് ഉള്ളത് കൊണ്ട് അത് ഇപ്പോ 1,06,000 രൂപയായി. പക്ഷേ ഈ ഒരു വർഷത്തിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഏകദേശം 12%. സോ സാധനങ്ങളുടെ വില ആ റേറ്റിലോ അതിൽ കൂടുതലോ ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോ ഒരു വർഷം മുമ്പ് രമേശിന് എത്ര പർച്ചേസിംഗ് പവർ ഉണ്ടായിരുന്നോ, പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും അത്ര പർച്ചേസിംഗ് പവർ ഇന്ന് ഇല്ലാത്തൊരവസ്ഥയായി. രമേശിന്റെ കയ്യിലെ പൈസയുടെ മൂല്യവും ഇടിഞ്ഞു. അപ്പൊ കണ്ടല്ലോ, ഡോളറിനെ അഗേൻസ്റ്റ് രൂപയുടെ മൂല്യം ഇടിയുന്നു എന്നത് ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളുടെ വില കൂട്ടുന്നത്, നമ്മുടെ കയ്യിലെ പൈസയുടെ മൂല്യം കുറക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ ഇവിടെ തീരുന്നില്ല. ഈ സംഭവങ്ങൾ കൺട്രോൾ ചെയ്യാതെ വിട്ടാൽ മുഴുവൻ എക്കണോമി തന്നെ എഫക്റ്റഡ് ആകും. ഒരു റിസഷൻ, സാമ്പത്തിക മാന്ദ്യം പോലും സംഭവിച്ചേക്കാം. യെസ്, ഇതാണ് ശരിക്കുമുള്ള ഡേഞ്ചർ. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാം. റുപ്പിയുടെ വാല്യൂ ഇടിയുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടും. അപ്പോ കയ്യിലെ പൈസയുടെ ബൈയിങ് പവർ കുറയും. വില കൂടുമ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടും. അപ്പോ ആൾക്കാർ ചിലവാക്കുന്നത് കുറക്കും. അപ്പോ കമ്പനികളുടെ വരുമാനം കുറയും. അങ്ങനെ ഗവൺമെന്റിന്റെയും വരുമാനം കുറയും. ഈ ഒരു ഡേഞ്ചറസ് സൈക്കിൾ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കും. ഇപ്പൊ നിങ്ങളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെങ്കിൽ ഇതായിരിക്കും ചിന്തിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നതാണല്ലോ അപ്പോ പ്രധാന പ്രശ്നം. അപ്പോ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് എന്നും
താഴേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. 1947 $1 ഏകദേശം 3 രൂപയായിരുന്നു. ഇന്ന് അത് 95-96 രൂപ എത്തി നിൽക്കുന്നു. അതായത് കഴിഞ്ഞ 7 പതിറ്റാണ്ടായി വർഷം ആവറേജ് 3-4% വെച്ച് രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റീസൺ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റീസൺ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ എക്കണോമിയുടെ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ആണിത്. ഇന്ത്യ ലോകത്തിന് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ പുറത്തു നിന്ന് വാങ്ങുന്നു എന്നതാണ് പ്രശ്നം. അതായത് ഇന്ത്യയുടെ ഇമ്പോർട്ട്സ് എപ്പോഴും എക്സ്പോർട്സിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഈ ഡിഫറൻസിന് ഒരു പേരുണ്ട്, ട്രേഡ് ഡെഫിസിറ്റ്. ഇമ്പോർട്ട് ആണ് കൂടുതലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയും, എക്സ്പോർട്ട് ആണ് കൂടുതലെങ്കിൽ ട്രേഡ് സർപ്ലസ് എന്ന് പറയും. ഇന്ത്യ എന്നും ഒരു ട്രേഡ് ഡെഫിസിറ്റ് കൺട്രി ആയിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഡോളറുമായുള്ള രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകുന്നത് എന്ന് ഇനി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ത്യ സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇലക്ട്രോണിക്സ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് കറൻസിയാണ് കൊടുക്കുക? റുപ്പി അല്ല, അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവർ ഡോളറെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഗ്ലോബൽ ട്രേഡ് മുഴുവൻ നടക്കുന്നത് ഡോളറിലാണ്. അപ്പൊ അത് എന്തുകൊണ്ട് ഡോളറിൽ നടക്കുന്നു? അതിനെ ഒരു കോമൺ ലാംഗ്വേജ് പോലെ മാത്രം ഒന്ന് കണ്ടാൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു ജർമ്മൻ ബിസിനസ്സുകാരനും ജാപ്പനീസ് ബിസിനസ്സുകാരനും കൂടി ഒരു ഡീലിന് ഇരിക്കുമ്പോൾ അവർ അവരുടെ സ്വന്തം ഭാഷയിലായിരിക്കില്ലല്ലോ സംസാരിക്കുന്നത്, മോസ്റ്റ്ലി ഇംഗ്ലീഷിലായിരിക്കില്ലേ സംസാരിക്കുക? അതെ, കാരണം എല്ലാവർക്കും ഏറെക്കുറെ അറിയുന്ന ലോകം ഇന്ന് ഓടുന്ന ഒരു കോമൺ ഭാഷ ഇംഗ്ലീഷ് ആണ്. അപ്പൊ അതുപോലെ തന്നെ പണത്തിന്റെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിൽ ഈ ഇംഗ്ലീഷ് പോലെ തന്നെയാണ് ഡോളർ. ലോകം മുഴുവൻ ട്രസ്റ്റ് ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന കറൻസി. അപ്പോ ഇന്ത്യക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, ഇന്ത്യക്ക് മാത്രമല്ല ഏറെക്കുറെ ഏതൊരു രാജ്യത്തിനും പുറത്തു നിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ആദ്യം കയ്യിൽ ഡോളർ വേണം. ഇവിടെയാണ് ട്രേഡ് ഡെഫിസിറ്റ് എങ്ങനെ രൂപയുടെ മൂല്യം കുറക്കുന്നു എന്ന കണക്ഷൻ വരുന്നത്. പുറത്തു നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഡോളർ വേണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇന്ത്യൻ ഇമ്പോർട്ടേഴ്സ് ബാങ്കിൽ പോയി റുപ്പി കൊടുത്ത് ഡോളർ വാങ്ങും. അപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാവരും ഡോളറിന് വേണ്ടി ഓടുന്നത് കൊണ്ട് ഡോളറിന്റെ ഡിമാൻഡ് കൂടും. ഡോളർ കിട്ടാൻ വേണ്ടി എല്ലാവരും മാർക്കറ്റിലേക്ക് റുപ്പി കൊടുക്കുന്നത് കൊണ്ട് റുപ്പിയുടെ സപ്ലൈ കൂടും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഡോളറിന്റെ വാല്യൂ കൂടും, റുപ്പിയുടെ വാല്യൂ ഇടിയും. ഏതൊരു സാധനത്തിന്റെ വിലയിലും സംഭവിക്കുന്നത് പോലത്തെ ബേസിക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ലോജിക്ക് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം എന്നും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന്? നമ്മൾ എന്നും എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്, ആൻഡ് അതിനായി റുപ്പി കൊടുത്ത് ഡോളർ വാങ്ങേണ്ടി വരുന്നത് കൊണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഉള്ള പ്രശ്നം വേറെയല്ലേ? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നാച്ചുറൽ മാത്രമായ ഒരു കാര്യമല്ലല്ലോ. ആദ്യം പറഞ്ഞതുപോലെ ഇയർലി ആവറേജ് 3-4% വെച്ചാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ രൂപയുടെ മൂല്യം ഏകദേശം 12% ഇടിഞ്ഞത്. അത് അത്ര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 4 കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചു. ഈ 4 കാര്യങ്ങളും നമ്മുടെ ഡോളർ വരവിനെ കുറക്കുകയും ഡോളർ ചിലവ് കൂട്ടുകയും ചെയ്തു. ഒന്നാമതായി, ട്രംപ് കൊണ്ടുവന്ന 50% ടാരിഫ്സ് കാരണം നമ്മുടെ എക്സ്പോർട്ട്സ് ഇടിഞ്ഞു, ഡോളർ വരവ് കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് റെക്കോർഡ് തുക വിഡ്രോ ചെയ്തു, ഡോളറായി പുറത്തേക്ക് കൊണ്ടുപോയി. മൂന്നാമത്തെ കാര്യം, റെക്കോർഡ് വിലയിലും നമ്മൾ കൂടുതൽ സ്വർണം വാങ്ങിയത് വലിയ തുക ഡോളറായി പുറത്തേക്ക് ഒഴുക്കി. നാലാമതായി, ഏറ്റവും അവസാനമായി 2026 US ഇറാൻ യുദ്ധം കാരണം ക്രൂഡ് ഓയിലിന്റെ വില $70 നിന്ന് $120 ഉയർന്നപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കൂടി. ഇങ്ങനെ പല എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടായതിന്റെ കൂടെ രൂപയുടെ മൂല്യം ഇത്രയും അഗ്രസീവായി ഇടിയാനുള്ള മറ്റൊരു കാരണം നമ്മുടെ RBIയുടെ തന്നെ ആക്ഷൻസ് ആണ്. മുൻപൊക്കെ റുപ്പി ഇടിയുമ്പോൾ RBI അവരുടെ റിസർവിൽ നിന്നും ഡോളർ വിറ്റ് മൂല്യം കൺട്രോൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ 2025 പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര ചാർജ് എടുത്തപ്പോൾ റുപ്പിയുടെ വാല്യൂ മാർക്കറ്റ് തീരുമാനിക്കട്ടെ, രൂപയെ താങ്ങി നിർത്താൻ വേണ്ടി നമ്മുടെ വിലപ്പെട്ട ഡോളർ റിസർവ്സ് തീർക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വലിയ അൺസർട്ടനിറ്റി വന്നാൽ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് ആ ഡോളർ ആവശ്യം വരുമെന്ന ചിന്ത കൊണ്ട് റുപ്പി ഇടിയുന്നത് RBI അനുവദിച്ചു കൊടുത്തു. അപ്പൊ സ്ട്രക്ചറലി സംഭവിച്ച ഈ 4 റീസൺസിന്റെ കൂടെ RBIയുടെ ആക്ഷൻ കൂടി വന്നതുകൊണ്ടാണ് റുപ്പി ഇപ്പോ ഇത്രയും അതിശക്തമായി താഴേക്ക് പോയത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഇതായിരിക്കും, കാര്യങ്ങൾ എത്രമാത്രം വഷളാണ്? നമ്മൾ ഇപ്പോ ശരിക്കും ഒരു റിസഷനിലേക്ക് പോവുകയാണോ? പെട്ടെന്ന് ഉത്തരം പറയാനാണെങ്കിൽ അല്ല, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിലനിൽക്കുന്നില്ല. പക്ഷെ ഇപ്പൊ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം സേഫ് ആണ് എന്ന് അർത്ഥമില്ല. ശരിക്കും സീനായ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 1991 സംഭവിച്ചതൊന്ന് നോക്കിയാൽ മതി. അന്ന് ഗൾഫ് വാർ നടന്ന് ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ ശരിക്കും തകർന്നു പോയി. നമ്മുടെ ഡോളർ റിസർവ്സ് വെറും $1 ബില്യൺ ആയി കുറഞ്ഞു. ആകെ 3 ആഴ്ചത്തെ ഇമ്പോർട്ടിന് മാത്രമുള്ള പൈസ. നമ്മുടെ കയ്യിലുണ്ടായ സ്വർണം ഫ്ലൈറ്റിൽ ലണ്ടനിൽ കൊണ്ടുപോയി പണയം വെച്ച് നമുക്ക് കടമെടുക്കേണ്ടി വന്നു. വെറും 3 ദിവസം കൊണ്ട് അന്ന് റുപ്പിയുടെ വാല്യൂ
20% ഇടിഞ്ഞു. അത് ശരിക്കും ഒരു വലിയ ക്രൈസിസ് ആയിരുന്നു. ഇനി ഇന്നത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാലോ. നമ്മുടെ കയ്യിൽ 3 ആഴ്ചത്തെ കവറല്ല, 10-11 മാസത്തേക്കുള്ള ഇമ്പോർട്ട്സിന്റെ ഡോളർ റിസർവ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം $700 ബില്യൺ. നമ്മുടെ എക്കണോമി കാര്യമായി വളർന്നിട്ടുണ്ട്, ബാങ്കുകൾ സ്ട്രോങ് ആണ്. അപ്പൊ തീർച്ചയായും 1991 റിയൽ ക്രൈസിസുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ബെറ്റർ പൊസിഷനിലാണെന്ന് പറയാൻ സാധിക്കും. എന്ന് വെച്ച് നമ്മൾ വളരെ കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കരുത്. സാധനങ്ങളുടെ വില തീ പോലെ കൂടുന്നത് തീർച്ചയായും കാര്യങ്ങൾ സ്മൂത്ത് അല്ല എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ്. അപ്പോ ഈ അൺകംഫർട്ടബിൾ അവസ്ഥ എപ്പോഴാണ് റിയൽ ഡേഞ്ചർ ആവുക എന്നതല്ലേ ചോദ്യം. അത് മനസ്സിലാക്കാൻ ഒരേ ഒരു നമ്പർ മാത്രം നോക്കിയാൽ മതി. അത് നമ്മുടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. അതായത് ഇന്ത്യ പുറത്തു നിന്ന് ഉണ്ടാക്കുന്ന വരുമാനവും പുറത്തേക്ക് ചിലവാക്കുന്ന തുകയും തമ്മിലുള്ള ഗ്യാപ്പ്. ഇത് എക്കണോമിയുടെ 3% താഴെയാണെങ്കിൽ നമ്മൾ സേഫ് ആണ്. അത് ക്രോസ് ചെയ്താൽ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ 1% താഴെയാണ്. പക്ഷേ ഓയിൽ വില ഇനിയും കൂടിയാൽ, യുദ്ധം ഇനിയും നീണ്ടാൽ ഈ ഗ്യാപ്പ് വേഗത്തിൽ കൂടാം. അപ്പൊ ഈ ഒരു നമ്പർ ആണ് നിങ്ങൾ ശരിക്കും ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ റിയൽ അവസ്ഥ മനസ്സിലാകുമ്പോൾ ഉയരുന്ന ലാസ്റ്റ് ചോദ്യം ഇതാണ്: വാട്ട് ഇസ് ദ റിയൽ സൊല്യൂഷൻ? എന്നേക്കുമായി ഇത് സോൾവ് ചെയ്യേണ്ട പണി അത് സർക്കാരിൻ്റെത് തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറം രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കണം, നമ്മുടെ ഇന്ത്യയെ എത്തിക്കണം. ട്രൂ ആത്മനിർഭർ നമ്മളാകണം. ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടർ ചിപ്സ്, സോളാർ പാനൽസ്, മെഷീനറീസ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ് പോലെ ഇന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പല സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പോളിസീസ് കൊണ്ടുവരണം. അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തി നമ്മുടെ പൊസിഷൻ സ്ട്രോങ് ആക്കണം. നമ്മുടെ പ്രൊഡക്ട്സ് ലോകത്തിന് വേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ച് നാട്ടിലെ എക്സ്പോർട്ട്സും കൂട്ടണം. ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ഉള്ളിടത്തോളം കാലം അതൊരു വലിയ ഭീഷണിയായി തന്നെ നിലനിൽക്കും. സോ ഗവൺമെന്റ് കാര്യമായ കാര്യങ്ങൾ ചെയ്ത് ഇന്ത്യയെ ഒരു ഇൻഡിപെൻഡന്റ് സ്ട്രോങ് സൂപ്പർ പവർ ആക്കിയാലേ ട്രൂ സൊല്യൂഷൻ ഉണ്ടാകുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ റോൾ ഇവിടെ എന്താണ്? ഏറ്റവും വലുത് ജനാധിപത്യം നമുക്ക് തരുന്ന വോട്ട് ചെയ്യാനുള്ള പവർ നന്നായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ്. നാടിന് നല്ലത് ചെയ്യാത്തവരെ വോട്ട് ചെയ്ത് ഔട്ടാക്കുക, നല്ലവരെ കൊണ്ടുവരിക. ഏറ്റവും ഇമ്പോർട്ടന്റ്ലി വിജിലന്റ് ആയ സിറ്റിസൺസ് ഉണ്ട് എന്ന ചിന്ത തന്നെ സർക്കാരുകളിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരും. ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുമുണ്ട്. മോദിജി ആവശ്യപ്പെട്ടതുപോലെ ഇന്ത്യൻ സാധനങ്ങൾ കൂടുതൽ വാങ്ങുക, ഇവിസും പബ്ലിക് ട്രാൻസ്പോർട്ട്സും കൂടുതൽ ഉപയോഗിക്കുക, ഗോൾഡ് വാങ്ങുന്നത് കൺട്രോൾ ചെയ്യുക, ആവശ്യമില്ലാത്ത ഫോറിൻ ട്രിപ്സ് ഒഴിവാക്കുക. അങ്ങനെ ഡോളറിന്റെ കൺസംഷൻ കുറക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതെല്ലാം നമ്മൾ ചെയ്യുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് നാടിന് ശരിക്കും ഒരു വലിയ ഹെൽപ്പായി തന്നെ മാറും. ഇനി ഇതിന്റെയും കൂടെ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം തന്നെ ബഡ്ജറ്റിംഗ് സ്ട്രോങ് ആക്കണം. വരവ് ചിലവുകളെ പറ്റി വ്യക്തമായ ഒരു ധാരണ വേണം. ചിലവുകൾ ഓഡിറ്റ് ചെയ്യണം. പിന്നെ എമർജൻസി ഫണ്ട് ഇല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ബിൽഡ് ചെയ്യണം. ഇങ്ങനെയുള്ള സമയത്താണ് ഇതിന്റെ ആവശ്യം കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു 6 മാസത്തേക്കുള്ള ചിലവ് കയ്യിലുണ്ട് എങ്കിൽ വലിയ സമാധാനമാണ് കിട്ടുക. പിന്നെ അൺസർട്ടനിറ്റീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽത്തും ടേമും ഇൻഷുറൻസ് ഇല്ല എങ്കിൽ അതും എടുത്തു വെക്കുക. ഗവൺമെന്റ് നാടിന്റെ കാര്യങ്ങൾ നന്നായി പ്ലാൻ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ ലൈഫും നന്നായി പ്ലാൻ ചെയ്യണം. ഇതൊക്കെ പഠിച്ച് നന്നായി ചെയ്യാൻ ഞാൻ ഈ ചാനലിൽ തന്നെ ഇതൊക്കെ ഫുള്ളായി പഠിപ്പിക്കുന്ന ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും കാണുക. അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. സാധനങ്ങളുടെ വില കൂടുന്നു എന്നത് തീർച്ചയായിട്ടും ഡിഫിക്കൽട്ട് തന്നെയാണ്. പക്ഷേ അതിന്റെ പിന്നിലെ റിയൽ റീസൺസും അതിന്റെ ലാർജർ ഇമ്പാക്റ്റും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങളുടെ ജോബ് പാനിക് ആവുക എന്നുള്ളതല്ല, ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആവുക. പിന്നെ നാടിനും നിങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിശക്തം.